എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് നമസ്കാരം. ഇന്ന് നമ്മള് ഒരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടുണ്ട്. അതാണ് ഐസ്ക്രീമിന്റെ ബേസ് ഉണ്ടാക്കുന്നത്. ബേസ് എങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇവിടെ ഒരു പോപ്പപ്പ് ബാനർ കൊടുത്തേക്കാം, ആ വീഡിയോന്റെ ലിങ്ക്. പക്ഷെ ഇപ്പോഴത്തേക്ക് നമ്മളൊരു ഷോർട്ട് വീഡിയോ കാണാം എങ്ങനെയാ ബേസ് ഉണ്ടാക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയേക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആണ്: ½ liter full cream milk, 8 tablespoon sugar, 1½ tablespoon GMS powder, 1½ tablespoon corn flour, 1/4 teaspoon sodium alginate, spoon sugar, GMS powder, corn flour, alginate powder. ഇത് നല്ലപോലെ തിക്കാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ഐസ്ക്രീമിന്റെ ബേസ് റെഡി ആയി കഴിഞ്ഞു. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാം. ഇതിനെ നമുക്ക് മാക്സിമം ടെമ്പറേച്ചറിലിട്ട് മിനിമം 8 hours ഫ്രീസ് ചെയ്യണം. 8 hours മേളിലാണെങ്കിലും കുഴപ്പമില്ല. ഒരു 1 to 2 days നമുക്കിത് ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഇതിന്റെ ബേസ് റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ബേസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് നോക്ക്, നമ്മുടെ ബേസ് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് റെഡിയായി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇത് വാൾനട്ട് ആണ്. 1/4 കപ്പ് വാൾനട്ട് ഞാൻ ഇതിന് സ്മോൾ പീസായിട്ട് കട്ട് ചെയ്തേക്കുവാണ്. വാൾനട്ട് അല്ലെങ്കിൽ നമുക്ക് കാഷ്നട്ടും എടുക്കാം. 1/4 കപ്പ് കാഷ്നട്ട് വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വാൾനട്ടാണ്. ഈ വാൾനട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുകയാണ്. ഈ വാൾനട്ട് ഇപ്പോൾ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റാൻ പോവാണ്. ഇതിനെ നമുക്ക് തണുക്കാൻ വെക്കാം. ഇനി ഞാനിതിന് ഒരു 3 tablespoon ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതിന് കാരമൽ ഉണ്ടാക്കാൻ പോവാണ്. കാരമൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച വാൾനട്ട് അതിനകത്ത് മിക്സ് ചെയ്തിട്ട് അതിനെ നമുക്ക് ബട്ടർ സ്കോച്ച് പൗഡർ ഉണ്ടാക്കി എടുക്കാം. 3 tablespoon ഷുഗർ, ഇപ്പൊ നമ്മുടെ കാരമൽ റെഡി ആയി കഴിഞ്ഞു. ഈ കാരമലിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഈ വാൾനട്ട് ചേർക്കാൻ പോവാണ്. ഈ വാൾനട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട്, ഇത് നന്നായിട്ട് നെയ്യ് അപ്ലൈ ചെയ്ത ഒരു പാത്രമാണ്. ഇതിലോട്ട് നെയ്യ് അപ്ലൈ ചെയ്തിട്ട്, നെയ്യോ ബട്ടറോ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ഈ കാരമൽ സിറപ്പ് ഒഴിച്ചു വെച്ചിട്ട് നമുക്കിതിനെ തണുക്കാനായിട്ട് വെക്കാം. നമുക്കിതിനെ ഒരു കവറിനകത്തിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബട്ടർ സ്കോച്ച് പൗഡർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ കൊണ്ട് നമുക്ക് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഉണ്ടാക്കാം. ഇപ്പൊ നമ്മുടെ ഐസ്ക്രീമിന്റെ ബേസ് ഇപ്പൊ നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഹാഫ് പോർഷൻ ഞാനിപ്പം കട്ട് ചെയ്തിട്ട് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിന് വേണ്ടി എടുക്കാൻ പോവാണ്. ഇതിനകത്ത് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഐസ് ക്യൂബ് ഈ ബേസ് മെൽറ്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ബേസ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാം താഴോട്ട് അടിഞ്ഞു പോകും. അത്
ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് 1/4 കപ്പ് മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. അതായത് 1/4 കപ്പ് മിൽക്ക് പൗഡർ, പിന്നെ ബട്ടർ സ്കോച്ച് എസൻസ് ഒരു 5 to 6 ഡ്രോപ്പ് ആഡ് ചെയ്യാം. ഇത് യെല്ലോ കളറാണ്. ഇത് കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ ജെൽ കളർ ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ബേസ്ഡ് കളറുകൾ കിട്ടും, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ജെൽ കളറാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. ജെൽ കളർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഇത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് സ്പീഡ് കൂട്ടി അടിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഈ ബട്ടർ സ്കോച്ച് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റിലിട്ടിട്ട് ഒന്നിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ചുകൂടെ നന്നായിട്ട് സ്പീഡ് കൂട്ടിയിട്ട് ഇപ്പൊ നമ്മുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഹാഫ് ബേസ് കൊണ്ട് നമുക്കിപ്പോൾ ഏകദേശം 1 ലിറ്റർ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതിനെ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിക്കാൻ വെക്കാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം റെഡിയായി. നമുക്ക് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വെക്കാവേ. ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം റെഡിയാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ അടുത്ത് നമ്മുടെ ബ്രൂണോ വെയിറ്റ് ചെയ്ത് അപ്പൂപ്പനായിരിക്കുകയാണ്. അവനും ഭയങ്കര സങ്കടമായി. അപ്പം നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ നോക്കാം. അവനെ ഏതായാലും ഒന്നും കൊടുക്കാൻ പോകുന്നില്ല, നമ്മൾ അവനെ കൊടുക്കാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം മണ്ടയിലോട്ട് കുറച്ച് എന്നട്ട വാൾനട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അമ്മ ഇനി ക്യാമറ എടുത്തോ, ഞാൻ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിന്റെ മണ്ടയിൽ വാൾനട്ട് ഒക്കെ ഉണ്ട്, അതും വാൾനട്ട് ഉണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഐസ്ക്രീം വാൾനട്ട് നല്ല ക്രഞ്ച് ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ, ഫാന്റാസ്റ്റിസിറ്റി. പിന്നെ അല്ലാണ്ട് ഇതാണ് നമ്മുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയോ? നിങ്ങൾ കോമന്റ് സെക്ഷനിൽ എങ്ങനെയുണ്ടെന്ന് നമ്മളോടും പറയണം. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയോ? ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.